എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെയുള്ള ഒരു പഴംപൊരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് സാധനങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നാൽ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ പഴംപൊരിക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാൻ പോവാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ടു. ഇനി അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുക. ഒരു മധുരത്തിന് വേണ്ടി. പഴത്തിന് നോർമലി മധുരമുണ്ട്, എന്നാലും പഞ്ചസാര നമ്മളൊരു എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടു 3 ടേബിൾ സ്പൂണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനുള്ള ഒരു പാകത്തിൽ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു ശകലം മഞ്ഞൾ, അത് നമ്മളൊരു കളറിന് വേണ്ടിയാ ഒരു ശകലം മഞ്ഞളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വിസ്ക് വെച്ചൊന്ന് ഇളക്കി അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്റർ ആക്കി എടുക്കുക. വെള്ളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ സൗകര്യത്തിന്, അതായത് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്കൊരു 15 മിനിറ്റത്തേക്ക് നമ്മൾ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ പഴം കട്ട് ചെയ്ത് ഉണ്ടാക്കാനായിട്ടുള്ളത് എടുത്ത് വെക്കാം. നമ്മൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഒരു 3 പഴം, മീഡിയം സൈസ് പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് പഴുത്ത പഴമാണ്, ഒത്തിരി പഴുത്തിട്ടില്ല, ഒരുവിധം നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇതിനെ നമ്മൾ ഇനിയും തൊലി കളഞ്ഞ് ഓരോന്ന് സ്ലൈസ് ചെയ്ത് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഈ പഴത്തിനെ സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പഴത്തിനെ 3 ആയിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. ചെറിയ കനം കുറഞ്ഞ സ്ലൈസസ് ആയിട്ട് 3 എണ്ണം ഞാൻ എടുക്കുക. ഇതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒത്തിരി പഴുത്ത പഴമില്ലാത്ത കാരണം നമുക്ക് സ്ലൈസ് ചെയ്യുമ്പോൾ 3 എണ്ണം എടുക്കുക. ഇച്ചിരി കൂടെ പഴുത്ത പഴമാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് 3 എണ്ണം എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഒരു പഴത്തിനെ 3 സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പഴത്തിനെ ഞാൻ സ്ലൈസ് ആക്കി എടുക്കുക. നമ്മളിപ്പോൾ എല്ലാ പഴവും സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ട് നമുക്ക് ബാറ്ററി മുക്കി ഇത് വറുത്ത് കോരി എടുക്കണം. നമ്മുടെ ബാറ്ററി ഇപ്പം മാറ്റി വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. ഇതിപ്പോൾ നമ്മൾ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട്, അതായത് ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് എള്ളം ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത് ചുമ്മാ ഒരു കാണാനൊരു ഭംഗിക്കെന്നുള്ളതേ ഉള്ളൂ. അതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാം. ഞാനൊരു കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ഒരു നുള്ള് ഇട്ടിട്ടുള്ളൂ. അത് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളൊരു പാൻ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് ബാറ്ററിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഞാനിതിനെ പെയ്യെ ഈ തിളച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഓരോ സൈഡ് മാറ്റി മാറ്റി തിരിച്ചിട്ട് നമുക്ക് എടുക്കണം. ഇപ്പം ഞാൻ ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത്. ഒരെണ്ണം ആദ്യം എടുത്തിട്ട് പിന്നെ അടുത്ത് ഇടുന്നുള്ളൂ. ഇതിപ്പം ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നമ്മൾ ഈസ്റ്റ് ഇടുന്ന കാരണം ഇത് പൊങ്ങി നന്നായിട്ട് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇച്ചിരി ഈസ്റ്റ് ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ഒരു സൈഡ് ആയിട്ടുണ്ട്, നമ്മൾ മറ്റേ സൈഡ് മറിച്ചിടുക. ഇത് അത്യാവശ്യം കളറൊക്കെ കറക്റ്റായിട്ട് ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലൂടെ മറിച്ചിട്ട് നമുക്കിത് എടുക്കാം. നമ്മുടെ പഴംപൊരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കുക. എണ്ണ മാറ്റി കോരി എടുത്തിട്ട് ഞാനിത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അന്നപ്പോൾ എണ്ണ ഇച്ചിരി സോക്ക് ആയിക്കോളൂ. ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഓരോന്നായിട്ട് എടുത്ത് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക. നമ്മുടെ പാത്രം ചെറുതായ കാരണം ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം കൂടെ, 2 എണ്ണത്തിൽ കൂടുതൽ ഇതിനകത്ത് ഇടുന്നില്ല, കാരണം ഒത്തിരി സ്പേസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചിടുമ്പോൾ പാടാകുന്നുണ്ട്. ഓരോന്നേ ഇടുന്നുള്ളൂ. ഇപ്പം ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. 2 എണ്ണം ആയി കഴിഞ്ഞിട്ട് ബാക്കി ഇടുന്നുള്ളൂ. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെക്കുക. അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. പിള്ളേർക്കൊക്കെ ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം.